പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രോ കെമിസ്ട്രിയുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാറ്ററീസ്. എന്താ ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണ്ടിട്ടുണ്ട് ബാറ്ററീസ്, പല ടൈപ്പ് ബാറ്ററീസ്. നിങ്ങൾക്കറിയോ ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ കോമ്പാക്റ്റ് ഫോംസ് ആണ് ഈ ബാറ്ററീസ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിലൊരു ബാറ്ററി ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ബാറ്ററി ഇങ്ങനെ കാണാം. ഇതൊരു ബാറ്ററിയാണ്. ഇതിൻ്റെ അകത്തൊരു ബാറ്ററി. ഇതേപോലെ നമ്മൾ ബാറ്ററീസ് എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്ന എവിടെയൊക്കെയാണെന്ന് പറഞ്ഞ്, വാച്ചിൽ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോണിൽ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ബാറ്ററിയും ഒരേപോലെയാണോ? അല്ലല്ലോ. ഇവിടെ നമ്മൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എ ബാറ്ററി ഈസ് ബേസിക്കലി എ ഗാൽവനിക് സെൽ ഇൻ വിച്ച് കെമിക്കൽ എനർജി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് ബാറ്ററി. ആ ബാറ്ററി 2 തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി സെല്ലും ഉണ്ട്, രണ്ടാമത്തെ സെക്കൻഡറി സെല്ലും ഉണ്ട്. അല്ലെങ്കിൽ പ്രൈമറി ബാറ്ററി ഉണ്ട്, സെക്കൻഡറി ബാറ്ററി ഉണ്ട്. ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. എന്താ പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി അറിയാമല്ലോ, അതേപോലെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്നത്, അതേപോലെ ഈ കാണിച്ചെന്ന ബാറ്ററി. ഇതൊക്കെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ പിന്നെ ഡെഡ് ആവും, പിന്നെ നമ്മൾ ഒഴിവാക്കും. നമുക്കതിനെ ഒഴിവാക്കാം, പിന്നെ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതിനെ പറയുന്ന പേരാണ് പ്രൈമറി സെൽ. എന്താ പ്രൈമറി സെൽ? ദിസ് ആർ സെൽസ് വിച്ച് കനോട്ട് ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ്. റീചാർജ് ചെയ്യാൻ പറ്റില്ല, റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ് ആൻഡ് ആഫ്റ്റർ യൂസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദേ ബിക്കം ഡെഡ്. നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ they cannot be reused, they cannot be recharged. ഇതാണ് പ്രൈമറി സെല്ല്. റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ്. ആ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ആവും. അതിന് എക്സാമ്പിളാണ് ഡ്രൈ സെൽ. ഏതാ ഈ ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇതിൽ കണ്ടതൊരു ഡ്രൈ സെല്ലാണ്. ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, പണ്ടൊക്കെ റേഡിയോയിലൊക്കെ ഉപയോഗിച്ചിരുന്നു ഡ്രൈ സെല്ല്. പിന്നെ മെർക്കുറി ഓർ ബട്ടൺ സെൽ, അതെന്താ സാധനം? എന്താ? നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്ന, ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അതാണ് മെർക്കുറി സെല്ല്. അപ്പോൾ ഇതാണ് പ്രൈമറി സെല്ല്. ഈ പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ പഠിക്കാം. ഡ്രൈ സെൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഡ്രൈ സെൽ, നിങ്ങൾ നിപ്പോ, എവറിഡി എന്നൊക്കെ പറയുന്ന സെല്ലുകളില്ലേ, ഈ സെൽ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സിങ്ക് കണ്ടെയ്നർ ആനോഡായിട്ടുണ്ടാവും. ആദ്യം ഇങ്ങനെ പറയാം, ലെക്ലാഞ്ചെ സെല്ലിൻ്റെ കോമ്പാക്റ്റ് ഫോമാണിത്. കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര്, അയാളതിൻ്റെ പേരിൻ്റെ കൂടെ ലെക്ലാഞ്ചെ സെല്ല്. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെയാണ്? നിങ്ങളൊരു സെല്ലൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു സിങ്ക് കണ്ടെയ്നർ ആയിരിക്കും ആനോഡായിട്ടുണ്ടാവില്ല. സിങ്ക് കണ്ടെയ്നർ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ പേപ്പർ കവറിംഗ് ഒക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ടാവും അവിടെ. ദെൻ ഇത് കാഥോഡായിട്ട്, ഗ്രാഫൈറ്റ്, ഇതിൻ്റെ മുകളിലൊരു മെറ്റൽ സ്ട്രിപ്പൊക്കെ ഉണ്ടാവും. ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഇത് നോക്കുക എന്തൊക്കെയുള്ള എന്തൊക്കെയാണ്? സിങ്ക് കണ്ടെയ്നർ, ആനോഡ്. ഇനി നോക്കൂ, ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ ദെൻ MnO2 ആൻഡ് കാർബൺ, പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ, അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ ദെൻ ഇവിടെ പൗഡേർഡ് MnO2 ആൻഡ് ചാർക്കോൾ കൂടി ഉണ്ട്. ഇതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിലാണ് NH4Cl, ദെൻ എ പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് സിങ്ക് ക്ലോറൈഡ്, അതാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ എന്തൊക്കെയാണ് ആനോഡിൽ എന്താണ്? ദെൻ ആനോഡ് സിങ്ക് കണ്ടെയ്നർ, കാഥോഡോ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് ചാർക്കോൾ. പിന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടോ എ മിക്സ്ചർ ഓഫ് NH4Cl ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഇനി എന്താ റിയാക്ഷൻ? എന്താ ആനോഡിലുള്ള റിയാക്ഷൻ? എന്താ? Zn give Zn2++ 2 ഇലക്ട്രോൺ. എളുപ്പമാണ്. കാഥോഡിൽ MnO2 പ്ലസ് NH4++ ഇലക്ട്രോൺ വിൽ ഗിവ് MnOOH പ്ലസ് NH3. ഇതാണ് റിയാക്ഷൻ. ഡ്രൈ സെല്ലിലുള്ള റിയാക്ഷൻ എഴുതി പഠിക്കണം ആ റിയാക്ഷന്. ഇനി EMF ഏകദേശം 1.5 വോൾട്ടാണ്. ഇനി ഈ സിങ്ക് 2+, ഇവിടുന്ന് അമോണിയ ലിബറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതായിട്ട് റിയാക്ട് ചെയ്തിട്ട് ദെൻ ഈ Zn, ദെൻ അമോണിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് ZnNH3 4 ടൈംസ് 2+ എന്നുള്ള കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതും കൂടി നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതേപോലെ ഈ ഡ്രൈ സെല്ലിന് ലോങ് ലൈഫ് ഇല്ല. ഈവൻ നമ്മൾ ചാർജ് എടുക്കാതെ വെക്കുകയാണെങ്കിൽ പോലും കുറേ കഴിഞ്ഞാൽ, അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു അസിഡിക് നേച്ചറുള്ള സാൾട്ടാണ്. അത് ഈ സിങ്കിന് കൊറോഷൻ വരും. കുറച്ച് കൊറോഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ ലീക്കേജ് ഒക്കെ വരും. അപ്പോൾ ഡ്രൈ സെല്ലിന് ലോങ് ലൈഫ് ഇല്ല.
അപ്പോൾ മനസ്സിലായോ കാര്യങ്ങൾ എന്തൊക്കെ ഡ്രൈ സെല്ലിൽ എന്തൊക്കെയുള്ളത്? സിങ്ക് കണ്ടെയ്നർ ആനോഡ്, പിന്നെ ദെൻ ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് ചാർക്കോൾ ആക്ട് ആസ് കാഥോഡ്, എ പേസ്റ്റ് ഓഫ് സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ്. ഇതാണ് നമ്മളെ ഡ്രൈ സെല്ലിലുള്ളത്. അറൗണ്ട് 1.5 വോൾട്ടാണ് അതിനുണ്ടാവുക. കുറേ കഴിയുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കുറയും, അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ. ദെൻ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള മെർക്കുറി സെല്ല്. എന്താ മെർക്കുറി സെൽ? ഇതിൻ്റെ പേരാണ് ബട്ടൺ സെൽ. ഇതെവിടെ ഉപയോഗിക്കുന്നത്? നമ്മളെ വാച്ചിൽ, ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഓക്കെ, എന്താണ് ബട്ടൺ സെല്ലിലുള്ള സാധനം? ഇങ്ങനെ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും ഇതേപോലെ ഡെഡ് ആവും. കുറച്ച് റിയാക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടി വരും, റീചാർജ് ചെയ്യാൻ പറ്റില്ല. റിയാക്ഷൻ എന്തൊക്കെയാണ്? അവിടെ എന്തൊക്കെയുള്ളത്? ആനോഡ് സിങ്ക് അമാൽഗാണ്. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താ? മെർക്കുറി ആയിട്ടുള്ള അലോയാണ്. കാഥോഡോ എ പേസ്റ്റ് ഓഫ് മെർക്കുറിക് ഓക്സൈഡ് HgO ആൻഡ് കാർബൺ ആണ്. ദെൻ ഇനി അതേപോലെ ഇലക്ട്രോലൈറ്റ് എന്താണ്? എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ പഠിക്കണ സിങ്ക് അമാൽഗം ആനോഡ്, കാഥോഡ് എ പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ, ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് എന്താ ആനോഡിലെ റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. Zn+2OH- gives പറ ZnO+H2O+2 ഇലക്ട്രോൺ. അതേസമയം കാഥോഡിലെ റിയാക്ഷൻ എന്താ? നമ്മൾ ആ ഫസ്റ്റ് റിയാക്ഷൻ സിങ്കിന് പകരം മെർക്കുറി ആക്കുക. ഓക്കെ, എന്നിട്ട് തല തിരിച്ചിട്ടാൽ അതായിരിക്കും ആ റിയാക്ഷൻ. HgO+H2O+2 ഇലക്ട്രോൺ വിൽ ഗിവ് Hg+2OH-. തിരിയുന്നുണ്ടോ അത്? എന്നിട്ട് നെറ്റ് റിയാക്ഷൻ എഴുതി നോക്കിയാൽ നിങ്ങൾ Zn+HgO gives ZnO+Hg. ഇതാണ് നെറ്റ് റിയാക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? Zn+HgO gives then ZnO+Hg. നിങ്ങൾ എഴുതി പഠിക്കുക ഈ റിയാക്ഷൻ. മെർക്കുറി സെല്ല്, ബട്ടൺ സെല്ല്. ഇനി ദ സെൽ ഹാസ് എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഓഫ് 1.35 വോൾട്ട്. അതിന് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആവും. അതിന് കാരണം പറയുന്നുണ്ട്. അതിന്റെ കാരണം അതാണ്, നമ്മൾ ആ ഓവറോൾ റിയാക്ഷനിൽ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. നോക്കൂ, ദെൻ സിൻസ് ദ ഓവറോൾ റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ് ഇൻ സൊല്യൂഷൻ. അവിടെ കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരാത്തതുകൊണ്ട് ഇതിൻ്റെ വോൾട്ടേജ് അതിൻ്റെ ലൈഫിൽ ത്രൂ ഔട്ട് ലൈഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ റിയാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അത് ഡെഡ് ആവും, നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ രണ്ട് പ്രൈമറി സെല്ല്, ഒന്ന് ഡ്രൈ സെല്ലും രണ്ടാമത്തേതാണ് ബട്ടൺ സെൽ അല്ലെങ്കിൽ മെർക്കുറി സെല്ലുമാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി സെൽ. എന്താ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ? എന്താ സെക്കൻഡറി സെല്ലാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ എവിടെ ഉപയോഗിക്കുന്നത്? വാഹനത്തിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയും. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാ അറിയോ? ലിഥിയം അയോൺ ബാറ്ററി ആട്ടോ. ലിഥിയം അയോൺ ബാറ്ററി നോബൽ പ്രൈസ് കിട്ടിയത് ലിഥിയം അയോൺ ബാറ്ററി. ദെൻ ഇനി അതേപോലെ പിന്നെ വേറെ ഏതാ ഉള്ളത്? വേറെ ഏതാ സെക്കൻഡറി സെൽ? നമ്മൾ ഇതിനൊക്കെ റീചാർജബിൾ ആയിട്ടുള്ള ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്നു. നിക്കൽ കാഡ്മിയം സെല്ല്, നിക്കാഡ് സെൽ എന്നൊക്കെ പറയും. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത എന്താ? റീചാർജ് ചെയ്യാം, അപ്പോൾ റീയൂസ് ചെയ്യാം. റീചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. നോക്കൂ, എ സെക്കൻഡറി സെൽ ആഫ്റ്റർ യൂസ് ക്യാൻ ബി റീചാർജ്ഡ് ബൈ പാസിംഗ് കറണ്ട് ത്രൂ it in the opposite direction. A secondary cell after use can be recharged by passing current through it in the opposite direction. Thus it can be reused again and again. അതാണ് സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത. വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. എക്സാമ്പിൾ ഏതാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. പിന്നെ നമ്മൾ പറഞ്ഞ മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാണ്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററി കണ്ടുണ്ടോ? ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി എവിടെ ഉപയോഗിക്കുക? നമ്മൾ വാഹനത്തിലുള്ള ബാറ്ററി ഇതാണ്. അതേപോലെ വീട്ടിൽ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഇതാണ്. ഓക്കെ, ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. വലുതും ചെറുതൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ എന്തൊക്കെയുള്ളത് ഒന്ന് നോക്കിയാൽ നിങ്ങൾ അതിൽ ആ രണ്ട് പിക്ചറും നിങ്ങൾ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ ആനോഡ് കാഥോഡ് തമ്മിൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ കുറേ പ്ലേറ്റുകൾ അടുക്കി വെക്കുക ചെയ്യുക. കുറേ പ്ലേറ്റുകൾ രൂപത്തിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് കാണാതെ പഠിക്കണം. 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ്. നോക്ക്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെഡ് പ്ലേറ്റ് ആക്ട് ആസ് ആനോഡ്. ലെഡ് ആണ്, സ്പോഞ്ചി ലെഡ് ആക്ട് ആസ് ആനോഡ്. ഇനി കാഥോഡായിട്ട് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2. PbO2 അതിലുണ്ട്, അതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റ്
ഇലക്ട്രോലൈറ്റ് ആയിട്ട് 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ്. പലപ്പോഴും ചോദിച്ചതാണ് എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത്. 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ അത്. ഇനി നോക്കൂ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്. ആനോഡ് സ്പോഞ്ചി ലെഡ്, കാഥോഡ് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2, ഇലക്ട്രോലൈറ്റ് ആയിട്ട് 38% ബൈ മാസ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, നമ്മൾ റിയാക്ഷൻ എന്തൊക്കെയാ? ആനോഡിലെ റിയാക്ഷൻ നോക്കൂ നിങ്ങൾ. Pb plus SO4 2- will give PbSO4 plus 2 ഇലക്ട്രോൺ ആണോ? ഇനി കാഥോഡിൽ എന്താണ്? PbO2 plus SO4 2- plus 4H plus gives PbSO4 plus 2H2O, 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാഥോഡിൽ റിഡക്ഷനിൽ. ഇനി നെറ്റ് റിയാക്ഷൻ നോക്കിക്കോ നിങ്ങൾ. എങ്ങനെ റിയാക്ഷൻ എങ്ങനെയാണ്? Pb plus PbO2 plus പിന്നെയോ 4H plus 2SO4 2- gives 2 PbSO4 plus 2H2O. നമുക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ആ H പ്ലസും SO4 2- കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ H2SO4 ആയി. അപ്പോൾ റിയാക്ഷൻ എങ്ങനെ എഴുതിയേ? Pb പ്ലസ് എഴുതാൻ എളുപ്പമാണ്. Pb പ്ലസ് പിന്നെ ഏതാണ്? PbO2 പ്ലസ് 2H2SO4 ഇലക്ട്രോലൈറ്റ് ആണ്. ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ഗീവ്സ് എന്താ കിട്ടുക? 2 PbSO4 പ്ലസ് 2H2O. ഇതാണ് നെറ്റ് റിയാക്ഷൻ. എവിടെ ഉള്ളത്? നമ്മളെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലുള്ളത്. ദെൻ ഇനി ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഏകദേശം വോൾട്ടേജ് 2 വോൾട്ട് ഒക്കെ വരാം. അപ്പോൾ കുറേ വോൾട്ട് കിട്ടണമെങ്കിൽ കുറേ നമ്മൾ പാരലായിട്ട് ഇങ്ങനെ ഘടിപ്പിക്കും, സീരീസ് ആയിട്ട് ഇങ്ങനെ ഘടിപ്പിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടും. ഇതാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ നിങ്ങൾ സെൽ റിയാക്ഷൻ കാണാതെ പഠിക്കുക. ഇനി ഇത് റീചാർജ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അറിയാം? റീചാർജ് ചെയ്യുമ്പോൾ ഈ ലെഡ് സൾഫേറ്റ് ഡീകമ്പോസ് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ലെഡ് ഉണ്ടാവും, PbO2 ഉണ്ടാവും, സൾഫ്യൂരിക് ആസിഡ് റീജനറേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അത് എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മൾ ഇലക്ട്രോളിസിസ് തല തിരിച്ചിങ്ങോട്ട് ഇലക്ട്രോളിസിസ് നടക്കും. എനർജി അങ്ങോട്ട് ഒക്കെ റീചാർജ് ചെയ്യുമ്പോൾ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഇത് ഡീകമ്പോസിറ്റ് Pb പ്ലസ് PbO2 പ്ലസ് സൾഫ്യൂരിക് ആസിഡ് റീജനറേറ്റ് ചെയ്യും. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലുള്ള റിയാക്ഷൻ. അപ്പോൾ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ. ഇവിടെ വാട്ടർ ഇവാപ്പറേഷനൊക്കെ കുറച്ച് നടക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ വീണ്ടും ഇതിലേക്ക് ദെൻ ഒക്കെ ആസിഡിലേക്ക് ഇതേപോലെ ബാറ്ററിയിലേക്ക് ആസിഡ് വാട്ടർ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇതിനടുത്ത് നിക്കൽ കാഡ്മിയം ബാറ്ററി. എന്താ നിക്കൽ കാഡ്മിയം? നമ്മളിത് നിക്കാഡ് സെൽ എന്നൊക്കെ പറയും. പണ്ടത്തെ നമ്മൾ പിന്നെ ടോർച്ചൊക്കെ ഉണ്ടല്ലോ, റീചാർജബിൾ ടോർച്ചൊക്കെ അല്ലേ, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കാഡ്മിയം മെറ്റൽ ആക്ടേഴ്സ് ആനോഡ്, മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ NiO2 നിക്കൽ 4 ഓക്സൈഡ് ആക്ടേഴ്സ് കാഥോഡ്, KOH സൊല്യൂഷൻ ആക്ടേഴ്സ് ഇലക്ട്രോലൈറ്റ്. പിന്നെ നെറ്റ് റിയാക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. കാഡ്മിയം പ്ലസ് നിക്കൽ ഹൈഡ്രോക്സൈഡ്, കാഡ്മിയം ഓക്സൈഡ്, നിക്കൽ OH ത്രൈസ് ആയിരുന്നു ആദ്യം, പിന്നെ OH ട്വൈസ് 3+ 2+ ആയിട്ട് മാറുകയാണ്. സെൽ റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ഓൺ റീചാർജിങ്. EMF അപ്രോക്സിമേറ്റ്ലി 1.4 വോൾട്ട് ആണ്. ഓൾസോ കോൾഡ് നിക്കാഡ് സെൽ. കുറേ റീചാർജ് ചെയ്യാൻ പറ്റും. ഒക്കെ നല്ലതാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഏതുകൂടി പറയാം? നിങ്ങൾ ലിഥിയം അയോൺ ബാറ്ററി നോബൽ പ്രൈസ് കിട്ടിയതാണ്. ലിഥിയം അയോൺ ബാറ്ററി പ്രൊഡക്ഷന് നമ്മൾ കാറൊക്കെ ഈ ലിഥിയം അയോൺ ബാറ്ററി മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലാണ് കാര്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി കാറൊക്കെ അതിലേക്ക് മാറിയിട്ട് ഈ ലിഥിയം അയോൺ ബാറ്ററിയിൽ കാറൊക്കെ വരും എന്നാണ് പറയുന്നത്. നമുക്ക് ഭാവിയിൽ കാണാം അത് ലിഥിയം അയോൺ ബാറ്ററി കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിക്കൽ കാഡ്മിയംസ്. നമ്മൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. പ്രൈമറി സെല്ലിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയാൽ ഡെഡ് ആവും, റീയൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റടുത്ത് വീണ്ടും എന്ത് ചെയ്യാം? റീചാർജ് ചെയ്യാം. അപ്പോൾ റീയൂസ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ എക്സാമ്പിളും കൂടി നിങ്ങൾ പഠിച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഫ്യുവൽ സെല്ല്. എന്താ ഫ്യുവൽസ് എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾ പറ? ഫ്യുവൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഇന്ധനങ്ങൾ, നമ്മൾ ഈ ഫ്യുവൽസ് സാധാരണ ബേണിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഈ ബേണിംഗ് എന്നുള്ള റിയാക്ഷന് ദെൻ ആ റിയാക്ഷന് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റുകയാണ്. ആ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് ഫ്യുവൽ സെൽ. അപ്പോൾ എന്താ ഫ്യുവൽ സെൽ? എന്താ? ദിസ് ആർ ഗാൽവനിക് സെൽ വിച്ച് കൺവേർട്ട് എനർജി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യുവൽസ് ലൈക്ക് ഹൈഡ്രജൻ, മീഥെയിൻ, ദെൻ മെത്തനോൾ എക്സെട്ര ഡയറക്ട്ലി ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ എന്താ ഫ്യുവൽ സെൽ? ഡെഫിനിഷൻ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഫ്യുവൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ആർ ഗാൽവനിക് സെൽ വിച്ച് കൺവേർട്ട് കമ്പസ്റ്റൻ എനർജി ഓഫ് ഫ്യുവൽസ് ലൈക്ക് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആകാം, മീഥെയിൻ ആകാം, മെത്തനോൾ ഒക്കെ ആകാം. ഇതിനെ എന്താക്കിയാൽ മാറ്റുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് ഫ്യുവൽ സെല്ല്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഫ്യുവൽ സെല്ല് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ല്. എളുപ്പമാണ്, സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്, നന്നായിട്ട് പഠിച്ചോണം. ഫ്യുവൽ സെല്ലിൽ ഈ ഫ്യുവൽ സെല്ല്
ശ്രദ്ധിക്ക്, വാഹനങ്ങളിലൊക്കെ ഫ്യൂവൽ സെല്ല് ഉപയോഗിച്ച് വരുന്നുണ്ട്. നമുക്കതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുണ്ട്. അതിൻ്റെ ഡയഗ്രമാറ്റിക് പിക്ചറാണ്, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഡയഗ്രമാറ്റിക് പിക്ചർ നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 കമ്പാർട്ട്മെൻറ്റ്. ദെൻ ഇനി ഇവിടെ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നത്? ആനോഡാണ്, ഇവിടെ കാഥോഡ്, 2 ഇലക്ട്രോഡുകൾ കാർബൺ ഇലക്ട്രോഡാണ്. ദെൻ ഇവിടെ KOH അല്ലെങ്കിൽ NaOH ഇലക്ട്രോലൈറ്റ് ആയിട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടറാണ് ദെൻ പുറത്തേക്ക് വരുന്നത്. ആ വാട്ടർ ഇവിടെ ദെൻ ഒക്കെ ഇതേപോലെ കാണിക്കാം. ഇവിടെ ആനോഡ്, ഇവിടെ കാഥോഡ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഹൈഡ്രജനാണ് ആനോഡിൽ, കാഥോഡിൽ കൊടുക്കുന്നത് ഓക്സിജൻ ആണ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. അവിടെ ഉണ്ട്, ആ പിക്ചർ നോക്കിയാൽ മതി. ഈ സെല്ലാണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഇനി ഹിയർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ porous carbon electrodes into concentrated aqueous sodium hydroxide solution അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഇനി ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ, ഈ ഇലക്ട്രോഡിൽ ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനോ അല്ലെങ്കിൽ ദെൻ അതേപോലെ പലേഡിയൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം. പിന്നെ ഇതിന് ഹൈ ടെമ്പറേച്ചർ വേണ്ട, 525 കെൽവിന് 50 അറ്റ്മോസ്ഫിയർ ഒക്കെ വേണം. അത് നമ്മൾ തൽക്കാലം അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. 555 കെൽവിൻ, അതേപോലെ 550 അറ്റ്മോസ്ഫിയർ പ്രഷറൊക്കെ വേണം. ഓക്കെ, ദെൻ ഇനി എന്താണ് ഫ്യൂവൽ സെല്ലുള്ള റിയാക്ഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോണം. നോക്കൂ, റിയാക്ഷൻ നോക്കൂ. ദെൻ H2 പ്ലസ് OH മൈനസ് ദെൻ ഗീവ്സ് എന്താ കിട്ടുന്നത്? എന്താണ് ഇവിടെ നോക്കൂ, 2H2 പ്ലസ് 4OH മൈനസ് ഗീവ്സ് എന്താ കിട്ടുക? 4H2O പ്ലസ് 4 ഇലക്ട്രോൺ. ഇതാണ് ദെൻ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. കാഥോഡിൽ എന്താ നടക്കുന്നത്? O2 പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ വിൽ ഗീവ് 4OH മൈനസ്. ഇതാണ് കാഥോഡിലെ റിഡക്ഷൻ. നെറ്റ് റിയാക്ഷൻ നോക്കുന്നത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 2H2 പ്ലസ് O2, 4 ഇലക്ട്രോൺ പോയി, 4OH മൈനസ് 4OH മൈനസ് പോയി, 2H2O 4H2, അപ്പോൾ 2H2O ബാക്കി ഉണ്ടാവും. ഇതാണ് നെറ്റ് റിയാക്ഷൻ. ഇത് ആനോഡ്, ഇത് കാഥോഡ്. നോക്ക്, നെറ്റ് റിയാക്ഷൻ എല്ലാവർക്കും അറിയാം. 2H2 പ്ലസ് O2 ഗിവിങ് 2H2O. ഒന്നറിയാമെങ്കിൽ ഇത് മറിഞ്ഞാൽ ബാക്കി എഴുതാൻ പറ്റണം. ഇത് കാണാതെ പഠിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഫ്യൂവൽ സെല്ല് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് റിയാക്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി സെൽ വർക്ക്സ് ആസ് ലോങ് ആസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ സപ്ലൈഡ്. നമ്മൾ സപ്ലൈ കൊടുക്കും തോറും ഈ സെൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താ? വാട്ടറാണ്. ഈവൻ ഡ്രിങ്കിങ് പർപ്പസിന് വരെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒന്ന്, എഫിഷ്യൻറ്റ് ദാൻ എനി കൺവെൻഷണൽ സോഴ്സ്. നമ്മൾ ശരിക്കും ഈ ഫ്യൂവൽ സെല്ല് 70% ഒക്കെ എഫിഷ്യൻസി ഉണ്ട്. അത്ര 70%. ബാക്കിയുള്ള ഇതിനൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ 40% ഒക്കെ ഉള്ളെങ്കിൽ, തെർമൽ പവർ പ്ലാന്റ് ഒക്കെ 40% ഉള്ളെങ്കിൽ ഫ്യൂവൽ സെൽ അറൗണ്ട് 70% എഫിഷ്യൻസി ഉണ്ട്. മോർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ് ആണ്, പൊല്യൂഷൻ ഇല്ല. മൂന്നാമത്തെ, ദ സെൽ റൺസ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്റ്റൻസ് ആർ സപ്ലൈഡ്. ഇവിടെ ഇലക്ട്രോഡിന് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ റിയാക്റ്റൻസ് ഹൈഡ്രജനും ഓക്സിജൻ ഇങ്ങനെ സപ്ലൈ ചെയ്യും തോറും ഈ റിയാക്ഷൻ നടന്നോളും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. എന്തിൻ്റെ അഡ്വാൻറ്റേജ്? ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഡിവൈസ് ഇൻ വിച്ച് കമ്പസ്റ്റൺ എനർജി can be converted to electrical energy. ഇതിനെ പറയുന്ന പേരാണ് ഫ്യൂവൽ സെല്ല്. ക്ലിയർ അല്ലേ അത്? അപ്പോൾ ഫ്യൂവൽ സെല്ല് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് റിയാക്ഷൻ കാണാതെ പഠിച്ചോണം. ആനോഡിൽ എന്താ റിയാക്ഷൻ? എന്താ? 2H2 പ്ലസ് 4OH മൈനസ് ഗീവ്സ് then 4H2O plus 4 ഇലക്ട്രോൺ. കാഥോഡിലെ റിഡക്ഷൻ എന്താണ്? O2 പ്ലസ് 2H2O പ്ലസ് 4 ഇലക്ട്രോൺ ഗീവ്സ് 4OH മൈനസ്. അപ്പം നെറ്റ് റിയാക്ഷൻ എന്താ? അത് വളരെ സിമ്പിളാണ്. 2H2 പ്ലസ് O2 ഗീവ്സ് 2H2O. അപ്പം നമ്മൾ ബാറ്ററിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഇത് കഴിഞ്ഞിട്ട് ഫ്യൂവൽ സെല്ല്. ഇപ്പോൾ ഫ്യൂവൽ സെല്ല് ഒരു NCERT ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഇതിന് പകരം വേറെ ഏതാ ഫ്യൂവൽ സെല്ലിന് എക്സാമ്പിൾ കൊടുക്കാന്ന്? ഏതാ എഴുതാൻ പറ്റുക? മെത്തനോൾ ഓക്സിജൻ കൊടുക്കാൻ പറ്റും. ഇതേപോലെ പിന്നെ ഏതാ കൊടുക്കാൻ പറ്റുക? ദെൻ മീഥേൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ മീഥേൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുള്ള റിയാക്ഷൻ എന്തായിരിക്കും? നെറ്റ് റിയാക്ഷൻ CH4 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് 2H2O എന്ന് കിട്ടും. 2O2 എന്ന് വേണ്ടി വരും. ഇതേപോലെ മെത്തനോൾ ആണെങ്കിലും നമുക്ക് റിയാക്ഷൻ എഴുതാൻ പറ്റും. അപ്പോൾ ഫ്യൂവൽ സെൽ എന്നുള്ള പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കൊറോഷൻ.
എന്താണ് ഈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാം. നമ്മൾ കൊറോഷൻ എന്നുള്ളതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം ഇരുമ്പ് തുരുമ്പൊടിക്കുന്ന റസ്റ്റിംഗ് ഓഫ് അയൺ. ആക്ച്വലി എന്താ ഈ റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇരുമ്പ് നമ്മൾ ആവശ്യപ്പെട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണോ റസ്റ്റ് ഉണ്ടാവുന്നത്? അല്ലല്ലോ. നമ്മളെ മെറ്റൽസ് ദെൻ എയറിലെ ചില ഗ്യാസ് ആയിട്ട് മോയിസ്ചറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അൺവാണ്ടഡ് കോമ്പൗണ്ട്, സാധാരണ ഈ ഓക്സൈഡുകൾ, കാർബണേറ്റുകൾ, സൾഫൈഡുകൾ ഇതൊക്കെ ആയിട്ട് മാറും. അതിനാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. നോക്ക്, റസ്റ്റ് അല്ല, കൊറോഷൻ. എന്താ കൊറോഷൻ? ഇറ്റ് ഈസ് എ സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ഡ്യൂ ടു അറ്റാക്ക് ഓഫ് atmospheric gases and moisture on their surface, resulting in the formation of compounds such as oxide, sulfide, carbonate. Metals ഈ ഗ്യാസ് ആയിട്ടും മോയിസ്ചറായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ചില കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഡിസ്ട്രക്ഷൻ വരികയാണ്. ഓക്സൈഡ്, കാർബണേറ്റ്, സൾഫൈഡ് ഒക്കെ ആയിട്ട് മാറുകയാണ്. ഇനി ദെൻ അവിടെ പറയുന്നുണ്ട് മോർ റിയാക്റ്റീവ് മെറ്റൽസ് പെട്ടെന്ന് കൊറോഷൻ വരും എന്നുള്ളത്. ഈ കൊറോഷൻ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് റസ്റ്റിംഗ് ആണ്. അതേപോലെ ടെർണിഷിംഗ് ഓഫ് സിൽവർ, ഈ സിൽവറിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് കോട്ടിങ് വരും, അത് സൾഫൈഡൊക്കെ ആയിട്ട് മാറണം. അത് ടെർണിഷിംഗ് ഓഫ് സിൽവർ, അതൊരു കൊറോഷനാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഗ്രീൻ കോട്ടിംഗ് ഓൺ കോപ്പർ, വെർഡിഗ്രീസ് എന്നൊക്കെ അതിനെ പറയും. ആ കോപ്പറിൻ്റെ മുകളിൽ ഗ്രീൻ ഒരു പച്ച കളറിൽ കോട്ടിങ് വരുന്നത്, ഇതൊക്കെ കൊറോഷൻ എക്സാമ്പിളാണ് പറയുക. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനിയുള്ളത് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ ഇലക്ട്രോ കെമിക്കൽ തിയറിയാണ്. എങ്ങനെ റസ്റ്റിംഗ് ഓഫ് അയൺ നമ്മൾ പറയാന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ഇരുമ്പ്, നമ്മൾ ഇപ്പോൾ അയൺ എന്നുള്ള സാധനം, ഈ അയൺ ഇതൊരു അയൺ റോഡാണെങ്കിൽ ഇതിൽ ഒരു ഭാഗത്ത് Fe ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മൂപ്പര് ദെൻ ആനോഡിക് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ Fe2+ ആയിട്ട് മാറും. ദെൻ ഇലക്ട്രോൺ കാഥോഡിക് ഏരിയയിലേക്ക് പോകും. Fe2+, ഇലക്ട്രോൺ കാഥോഡിക് ഏരിയയിലേക്ക്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയേ. അറ്റ് എ പെർട്ടിക്കുലർ സ്പോട്ട് ഓഫ് ദി മെറ്റൽ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദാറ്റ് സ്പോട്ട് ആക്ട് ആസ് ആനോഡ്. ഹിയർ അയൺ ഓക്സിഡൈസസ് ടു Fe2+. റിയാക്ഷൻ ഉണ്ട്. Fe വിൽ ഗിവ് Fe2++ 2 ഇലക്ട്രോൺ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇലക്ട്രോൺസ് റിലീസ്ഡ് അറ്റ് ആനോഡിക് സ്പോട്ട് മൂവ് ത്രൂ ദി മെറ്റൽ ആൻഡ് ഗോ ടു അനദർ സ്പോട്ട് ഓഫ് ദി മെറ്റൽ ആൻഡ് റെഡ്യൂസസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+. ആ H+ എവിടുന്ന? ദി സ്പോട്ട് ബിഹേവ്സ് ആസ് കാഥോഡ്. ആ H+ എവിടുന്ന വരിക എന്നുള്ളതാണ്. ദെൻ H+ അവൈലബിൾ ഫ്രം H2CO3 അല്ലെങ്കിൽ ഏതാണ് H2O. എന്താ പറഞ്ഞാൽ എന്താ? ഇത് ഇങ്ങോട്ട് വന്നിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാവും, പിന്നെ H+ ഉണ്ടാവും. ഈ H+ എവിടുന്ന വരിക എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, H+ ദെൻ ഒന്നെങ്കിൽ വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ കൂടി റിയാക്ട് ചെയ്ത കാർബോണിക് ആസിഡ്, കാർബോണിക് ആസിഡിൽ നിന്ന് H+ വരാം. ഓക്കെ, അല്ലെങ്കിൽ H2O ഡീകമ്പോസ് ചെയ്തിട്ട് H+ഉം OH- ആയിട്ട്, ഇത് തിയറിയാണ്. ഇതിൽ ഏത് ഭാഗത്ത് ഇവിടെ H2CO3 ഡീകമ്പോസ് ചെയ്താലും മതി, കാർബോണിക് ആസിഡ്. എന്നിട്ട് ആ റിയാക്ഷൻ നോക്കൂ നിങ്ങൾ എങ്ങനെ എഴുതിയ എന്താണ്? ആനോഡിൽ 2Fe gives 2Fe2++ 4 ഇലക്ട്രോൺ, കാഥോഡിൽ O2+, പിന്നെന്താണുള്ളത് 4H++ 4 ഇലക്ട്രോൺ വിൽ ഗിവ് എന്താ കിട്ടിയതാണ്? 2H2O ലിക്വിഡ് ആയിട്ട് മാറി കാഥോഡിൽ. കാഥോഡിക് ഏരിയയിൽ ഇവിടെയാണ് ഈ റിയാക്ഷൻ, വാട്ടർ ഫോം ചെയ്തു. ഇനി അപ്പം നെറ്റ് റിയാക്ഷൻ എന്താ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 2Fe+O2+, 4H+ gives 2Fe2++ 2H2O ആയിട്ട് മാറി. ആ റിയാക്ഷൻ കാണാതെ പഠിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഫെറസ് ആണ്. ഇവിടെ എങ്ങനെയുള്ളത്? Fe gives Fe2++ 2 ഇലക്ട്രോൺ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ Fe2+നെ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ദെൻ ഫെറിക് അയോൺ ആക്കി മാറ്റും. Fe2+നെ Fe3+ ആക്കി മാറ്റും. എന്നിട്ട് അത് Fe2O3 XH2 ആയിട്ട് മാറും. ഇതാണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ഇതിനെ പറയുന്ന പേരാണ് റസ്റ്റ്. ദ ഫെറസ് അയോൺ ആർ ഫർദർ ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫറിക് oxygen to ferric which come out as rust in the form of hydrated ferric oxide. പഠിച്ചോണത് Fe2O3 XH2O and which further production of ഹൈഡ്രജൻ ആണ്. വീണ്ടും H+ അയോൺ ഉണ്ടാവുകയും ചെയ്യും. അതെങ്ങനെ നമുക്ക് ആ റിയാക്ഷൻ നമുക്ക് കാണാം. നോക്കൂ, നിങ്ങൾ NCERT-ൽ കൊടുത്തൊരു പിക്ചറാണ്. Fe2+ ആവുന്നു. എന്നിട്ട് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ കാഥോഡിക് ഏരിയയിലേക്ക് പോയി അവിടെ നമ്മൾ ദെൻ H+ അയോണ് പുറത്തുനിന്നുള്ള ഓക്സിജനെ നമ്മൾ റിയാക്ട് ചെയ്തിട്ട് H2 ആയിട്ട് മാറി. എന്നിട്ട് ആ Fe2+ന് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ Fe3+ ആക്കി മാറ്റുന്നു. ആ റിയാക്ഷൻ നോക്കൂ നിങ്ങൾ, Fe2++ 2H2O+ half O2 gives എന്താ കിട്ടുക? Fe2O3+ 4H+.
ആ Fe2O3 ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, അവിടെ നോക്കൂ, Fe2+ വാട്ടർ, അറ്റ്മോസ്ഫറിക് ഓക്സിജൻ, Fe2O3യും H+ അയോണും ഉണ്ടാവുന്നുണ്ട്, H+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡിനെ പറയുന്ന പേരാണ് റസ്റ്റ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പോൾ ഇവിടെ നോക്കൂ, ആ ഇരുമ്പിന് ചിലപ്പോൾ സ്ക്രാച്ച് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഈ റിയാക്ഷൻ വരുന്നത്. അവിടെ ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ, ഉപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഈ റസ്റ്റിംഗ് കൂടും. കാരണം എന്തായിരിക്കും, അവിടെ അയോൺസിന്റെ മൂവ്മെന്റ് സ്പീഡാവും. ഓക്കെ, അതുകൊണ്ടാണ് റസ്റ്റിംഗ് സ്പീഡ് ആവാൻ കാരണം. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ, നിങ്ങൾ ഈ റിയാക്ഷൻ എന്തായാലും പഠിക്ക്. ഇത് കഴിഞ്ഞിട്ട് കാഥോഡിക് ഏരിയയുള്ള റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ Fe2+, Fe3+ ആയിട്ട് മാറുന്ന റിയാക്ഷൻ, 3 റിയാക്ഷനാണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ, കൊറോഷൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഈ റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യല്? ഒന്ന് പെയിന്റ് അടിക്കും, ബെഞ്ചിലും ഡെസ്കിൽ അതേപോലെ ഇരുമ്പിലൊക്കെ നമ്മൾ പെയിന്റ് അടിക്കും. ഓക്കെ, ബൈ കോട്ടിംഗ് വിത്ത് സ്യൂട്ടബിൾ മെറ്റീരിയൽ, പെയിന്റ്, ഗ്രീസ് ഒക്കെ. ഈ പെയിന്റ് അടിച്ചാൽ ഒരു പ്രശ്നമുണ്ട്, അവിടെ നമ്മളൊരു കോമ്പസ് കൊണ്ടൊക്കെ ഒരു വര വരച്ചാൽ എന്താ സംഭവിക്കുക, അവിടെ റസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ വേറെ മെത്തേഡാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ട്. എന്താ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ അയണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആളെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ അയൺ ഷീറ്റിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ സിങ്ക് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ ആർക്കേ വരുള്ളൂ, സിങ്ക് മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ സിങ്കിനാണ് റിയാക്ഷൻ വരിക, അയണിന് ഓക്സിഡേഷൻ വരാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഗാൽവനൈസേഷൻ ഓഫ് അയൺ. അതായത് അയൺ ഷീറ്റിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുക. ഗാൽവനൈസേഷൻ ഓഫ് അയൺ, GI ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്, സിങ്ക് ആയിട്ട് കോട്ട് ചെയ്യുക. ക്ലിയർ ആണോ അത്? അപ്പോൾ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ഒരു എക്സാമ്പിളാണ് കോട്ടിംഗ് അയൺ വിത്ത് സിങ്ക്. അതിനാണ് ഗാൽവനൈസേഷൻ ഓഫ് അയൺ എന്ന് പറയാം. ഇനി മൂന്നാമത്താണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പും ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ, വലിയ ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇത് മോർ റിയാക്റ്റീവായ മഗ്നീഷ്യായിട്ടൊക്കെ കണക്ട് ചെയ്യും. ഈ ടാങ്ക് മഗ്നീഷ്യായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർ റിയാക്റ്റീവ് ആയത് മഗ്നീഷ്യമാണ്. അപ്പം മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ വരുള്ളൂ, ഇയാൾക്ക് റിഡക്ഷനാണ് വരിക. അപ്പോൾ ഇയാൾ ഓക്സിഡേഷൻ വരാതെ, ഇയാൾക്ക് റസ്റ്റ് വരാതെ നമുക്ക് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് കാഥോഡിക് പ്രൊട്ടക്ഷൻ. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളെ കാഥോഡായിട്ട് ആക്ട് ചെയ്യാൻ നമ്മളൊരു മോർ റിയാക്റ്റീവായ മെറ്റലിനോടെ കണക്ട് ചെയ്യും. അപ്പോൾ മോർ റിയാക്റ്റീവായ മെറ്റൽ ആനോഡും ഈ അയൺ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, അണ്ടർഗ്രൗണ്ട് പൈപ്പും ടാങ്കും ഒക്കെ അങ്ങനെ ചെയ്യാം. ഇനി ഈ കാഥോഡിക് പ്രൊട്ടക്ഷനും ഒരു ടൈപ്പ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇനി അടുത്ത ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. ആൽക്കലൈൻ ഫോസ്ഫേറ്റോ ക്രോമേറ്റ് സൊല്യൂഷൻ ആർ അപ്ലൈഡ് ഓൺ അയൺ സർഫസ്. നന്നായിട്ട് ഒക്കെ ഹോട്ട് കണ്ടീഷനിൽ അയൺ ഈ ഫോസ്ഫേറ്റിലോ സൾഫേറ്റിലോ അതേപോലെ ക്രോമേറ്റിലൊക്കെ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അയൺ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ അയൺ ക്രോമേറ്റ് കോട്ടിങ് വരും. അത് ആൻറ്റി റസ്റ്റ് ആണ്, പിന്നെ റസ്റ്റ് വരൂല. ഓക്കെ, അപ്പോൾ അയൺ ക്രോമേറ്റ് ആക്കി മാറ്റും, കോട്ടിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയൺ ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊറോഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മെത്തേഡ്സ് ടു പ്രൊട്ടക്ട് പിന്നെ അയൺ ഫ്രം കൊറോഷൻ. എന്തൊക്കെയാണ്? നല്ല അയൺ ഫ്രം റസ്റ്റിംഗ്. ഏതൊക്കെയോ ഒന്ന് ബാരിയർ പ്രൊട്ടക്ഷൻ ഉണ്ട്. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്നതാണ് ഗാൽവനൈസേഷൻ ഓഫ് അയൺ. പിന്നെ അടുത്ത് നമ്മൾ ഏതാ പറഞ്ഞതാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ, അണ്ടർഗ്രൗണ്ട് പൈപ്പും ടാങ്കൊക്കെ ചെയ്യുന്ന മെത്തേഡ്. അതും ഒരു സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ്റെ രൂപം തന്നെയാണ്. പിന്നെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ തടയാനുള്ള മെത്തേഡുകൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാറ്ററീസ്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, പിന്നെ ഫ്യൂവൽ സെല്ല് നമ്മൾ പഠിച്ചു അല്ല. പിന്നെ ബാറ്ററിക്ക് നമ്മൾ പ്രൈമറി സെല്ലിനും സെക്കൻഡറി സെല്ലിനും എക്സാമ്പിൾ. പിന്നെ അതുപോലെ എന്താണ് കൊറോഷൻ എന്ന് പഠിച്ചു. കൊറോഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊറോഷൻ പറഞ്ഞു. എന്നിട്ട് ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയണും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഇലക്ട്രോളിറ്റിക് സെല്ല്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോ കെമിക്കൽ സീരീസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ ലാസ്റ്റ് ഭാഗത്തേക്ക് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രോളിസിൻ്റെ പ്രോഡക്റ്റ്, റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, കോൾട്രാഷസിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നന്നായിട്ട് നോക്കിയേക്കുക. മനസ്സിലായിട്ടില്ല വീണ്ടും ഈ ടോപ്പിക്കിലൂടെ വീഡിയോസിലൂടെ ഒന്നും കൂടി പോയി നോക്കുക, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലുള്ള NCERTയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.